നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യ തകർത്ത വൈറ്റ് കോളർ ടെററിസ്റ്റുകൾ അത്ര നിസ്സാരക്കാരല്ല. ആഗോള ഭീകരബന്ധം ഉപയോഗിച്ച് ഇന്ത്യയെ തകർക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ഫരീദാബാദിലെ ഡോക്ടർ ഭീകര സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ ഇന്നലെ ജമ്മു കാശ്മീർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചു. 11ഓളം പേർ കൊല്ലപ്പെടുകയും 32 പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ഫോടക വസ്തുക്കൾ പരിശോധിച്ചുകൊണ്ടിരുന്ന പോലീസുകാരും ഫോറൻസിക് ടീം ഉദ്യോഗസ്ഥരും. സംഭവത്തിൽ അട്ടിമറി നീക്കം പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം. ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്നും അടുത്തിടെ കൊണ്ടുവന്ന സ്ഫോടക വസ്തുക്കളാണ് ഇത്ര ശക്തമായി പൊട്ടിത്തെറിച്ചത്. പൊട്ടിത്തെറിയിൽ 300 മീറ്ററിലേറെ ദൂരത്തിൽ മൃതശരീര ഭാഗങ്ങൾ ചിതറിത്തെറിച്ചു. പരിക്കേറ്റവരെ ഇന്ത്യൻ ആർമിയുടെ 92 ബേസ് ആശുപത്രിയിലും ഷേറി കാശ്മീർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലും പ്രവേശിപ്പിച്ചു. 27 പോലീസ് ഉദ്യോഗസ്ഥർക്കും 2 റവന്യൂ ഉദ്യോഗസ്ഥർക്കും 3 സാധാരണക്കാർക്കുമാണ് പരിക്കേറ്റത് എന്ന് അധികൃതർ പറയുന്നു. ഈ സ്ഫോടക വസ്തുക്കളുടെ വീണ്ടെടുക്കൽ അങ്ങേയറ്റം അസ്ഥിരവും സെൻസിറ്റീവ് സ്വഭാവമുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടെയാണ് ഇത് കൈകാര്യം ചെയ്തത്. എങ്കിലും വെള്ളിയാഴ്ച രാത്രി 11:20 ഒരു ആകസ്മിക സ്ഫോടനം നടന്നു. പ്രൊഫഷണലുകൾ ഉൾപ്പെട്ട തീവ്രവാദ മോഡ്യൂളിൽ നിന്നാണ് ഈ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ അത്യന്തം ഭയാനകമായിരുന്നു ഈ സ്ഫോടക വസ്തുക്കൾ എന്ന് വ്യക്തം. മറുവശത്ത് ചെങ്കോട്ടയിൽ നടന്ന ബോംബ് സ്ഫോടനത്തിൽ നിർണായകമായ ചില വിവരങ്ങൾ കൂടി പുറത്തുവരുന്നു. ചെങ്കോട്ടയിലെ പാർക്കിംഗ് സ്ഥലത്ത് വെച്ചാണോ ഉമർ ബോംബ് നിർമ്മിച്ചത് എന്ന സംശയമാണിപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് ശക്തമാകുന്നത്. ബോംബ് നിർമ്മാതാവായിരുന്നു ഡോക്ടർ ഉമർ. ഉമർ നബി വെറും 5 മുതൽ 10 മിനിറ്റുകൾക്കുള്ളിൽ സ്ഫോടക വസ്തുക്കൾ തയ്യാറാക്കാൻ അമോണിയം നൈട്രേറ്റ്, പെട്രോളിയം ഓയിൽ, സ്ഫോടനാത്മക വസ്തുക്കൾ എന്നിവ ഉപയോഗിച്ചുവെന്നാണ് ഇപ്പോൾ ഫോറൻസിക് തെളിവുകൾ. അൽഫലാഖ് സർവകലാശാലയിലുള്ള ഡോക്ടറിന്റെ ഉമറിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചാണ് ഇത്തരം ചില നിഗമനങ്ങളിൽ അന്വേഷണ ഏജൻസികൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ചെങ്കോട്ട സ്ഫോടനം ഒരു ആകസ്മിക അപകടമല്ല എന്ന തലത്തിൽ എത്തി നിൽക്കുന്നു അന്വേഷണ സംഘം. സ്ഫോടനത്തിൽ 2 കിലോയിലധികം അമോണിയം നൈട്രേറ്റ് ഉപയോഗിച്ചുവെന്നാണ് ഫോറൻസിക് കണ്ടെത്തൽ. മറ്റ് ചില സ്ഫോടക വസ്തുക്കളും ഈ ഉപകരണത്തിന്റെ ഭാഗമായിരുന്നുവെന്നാണ് അനുമാനം. ഫോറൻസിക് സംഘം സംഭവ സ്ഥലത്ത് നിന്ന് നേർത്ത വയറുകളും പെട്രോളിയം എണ്ണയുടെ അവശിഷ്ടങ്ങളും കണ്ടെടുത്തു. പാർക്കിംഗ് ലോട്ടിൽ I-20 കാറുമായി പാർക്ക് ചെയ്ത് കിടന്ന വേളയിൽ തന്നെ ഈ തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കാമെന്നാണ് അന്വേഷണ ഏജൻസികൾ കണക്കുകൂട്ടുന്നത്. ചെങ്കോട്ടയിലെ പാർക്കിംഗ് സ്ഥലത്ത് ഡോക്ടർ ഉമർ ചെലവഴിച്ചത് 3 മണിക്കൂറുകൾ. ഒക്ടോബർ 30 ഡോക്ടർ ഉമർ അൽഫലാഖ് ക്യാമ്പസിൽ നിന്ന് ഒരു I-20 കാറിൽ നൂഹിലേക്ക് പോയി. തിങ്കളാഴ്ച പുലർച്ചെ 1:36 ഫിറോസ്പൂർ ജിർക്ക ടോൾ പ്ലാസ കടന്ന് ഡൽഹിയിലേക്ക്. ഒക്ടോബർ 30 ഈ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ഒക്ടോബർ 18 ഇയാൾ ശ്രീനഗറിലേക്ക് ഒരു യാത്ര ചെയ്തിരുന്നു എന്നതിൻ്റെ തെളിവുകൾ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. ഒക്ടോബർ 24 പിന്നീട് അൽഫലാഖ് സർവകലാശാലയിൽ ഇയാൾ തിരിച്ചെത്തിയത്. ചെങ്കോട്ട സ്ഫോടനത്തിനുള്ള സ്ഫോടക വസ്തുക്കളും മറ്റ് സാമഗ്രികളുമൊക്കെ കാറിൽ നിക്ഷേപിച്ചത് അൽഫലാഖ് സർവകലാശാലയിൽ നിന്ന്. ഒരു വശത്ത് NI, മറുവശത്ത് ഫരീദാബാദ് ക്രൈംബ്രാഞ്ച്. അവർ തുടർച്ചയായ റെയ്ഡുകൾ ഇപ്പോൾ ഈ സംഭവത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു വളം വിൽപ്പനക്കാരൻ, 3 ഡോക്ടർമാർ, ഒരു ഇമാം ഉൾപ്പെടെ 5 പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തു. 22ഓളം പേരെ നിരീക്ഷണത്തിൽ വെച്ചിരിക്കുന്നു. വ്യാഴാഴ്ച രാത്രി വൈകി മറ്റ് 2 ഡോക്ടർമാരെ കൂടി അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. ഒരാളെ തവാഡുവിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. വൈറ്റ് കോളർ ടെററിസം എക്കോസിസ്റ്റത്തിലേക്ക് നിരവധി ഡോക്ടർമാരും എഞ്ചിനീയർമാരും മറ്റ് ഉയർന്ന തസ്തികയിലിരിക്കുന്നവരുമൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന കണക്കുകൂട്ടലിലാണ് അന്വേഷണ ഏജൻസികൾ. ചെങ്കോട്ട സ്ഫോടനം വെറും തുടക്കം മാത്രം. ജെയ്ഷയുടെ പരാജയപ്പെട്ട ഗൂഢാലോചന ഇന്ത്യയുടെ സാമ്പത്തിക നട്ടെല്ലൊടിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവരുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടെല്ലിന്റെ പ്രതീകങ്ങളായ ബഹുരാഷ്ട്ര കമ്പനികൾ, ആശുപത്രികൾ, സിനിമാശാലകൾ എന്നിവ ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുകയായിരുന്നു ജെയ്ഷയുടെ ലക്ഷ്യം. ഇത്തരമൊരു ഗൂഢാലോചന 2021-22 കാലഘട്ടത്തിൽ ആരംഭിച്ചു എന്നാണ് അന്വേഷണ ഏജൻസികൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. കാശ്മീരിൽ നിന്ന് മാത്രമല്ല, രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ദുർബലരായ യുവാക്കളെ ഈ സംഘത്തിലേക്ക് നിയോഗിക്കുക എന്നതായിരുന്നു അവരുടെ
ഇവരുടെ മുഖ്യ ലക്ഷ്യം. ഇതിനുവേണ്ട ഒരു പ്രത്യയശാസ്ത്രം ഇപ്പോൾ അറസ്റ്റിലുള്ള ഡോക്ടർ മുസമ്മിൽ ഗനായ് അൻസാർ രൂപീകരിച്ചു. ഡോക്ടർ ഉമർ, ഡോക്ടർ അദീൽ, ഡോക്ടർ മുസാഫർ എന്നിവർക്കൊപ്പം ഷോപ്പിയാൻ പുരോഹിതൻ ഇൻഫാർ വാഗെ നയിക്കുന്ന മറ്റൊരു തീവ്രവാദ ശൃംഖലയും ഇവരുടെ ഭാഗമായി. പിന്നീട് മുസഫിർ അഫ്ഗാനിസ്ഥാനിലെത്തി പരിശീലനം നേടി അൻസാറിനൊപ്പം ചേരാൻ തീരുമാനമെടുത്തു. 2022 ഒക്ടോബറിൽ സംഘം തുർക്കിയിലേക്ക് പോയി അഫ്ഗാനിസ്ഥാനിലേക്ക് കടക്കാം എന്ന പ്രതീക്ഷയിൽ 15 ദിവസം അവിടെ ചെലവഴിച്ചു. അഫ്ഗാൻ പാക് അതിർത്തിക്ക് സമീപം പ്രവർത്തിച്ചിരുന്ന പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഒരു ഹാൻഡ്ലർ ഉക്കാസയാണ് ഇവർക്ക് വേണ്ട അന്താരാഷ്ട്ര ബന്ധം ഒരുക്കിയത്. ബോംബ് നിർമ്മാണം പഠിക്കാൻ അന്താരാഷ്ട്ര പരിശീലനം ആവശ്യമില്ല എന്ന് ഉക്കാസ അവരോട് പറഞ്ഞു. പകരം ഓൺലൈൻ പരിശീലനം ഇക്കാര്യത്തിൽ തരാം എന്നതായിരുന്നു ഉക്കാസയുടെ വാഗ്ദാനം. തുടർന്ന് ഈ 4 സംഘം ഫരീദാബാദിലും സഹറാൻപൂരിലും ഭീകര ശൃംഖലകൾ സൃഷ്ടിച്ചു. സോണിപത്ത്, ഗുഡ്ഗാവ്, മറ്റു പട്ടണങ്ങൾ എന്നിവിടങ്ങളിലെ കടകളിൽ നിന്ന് അമോണിയം നൈട്രേറ്റ്, പൊട്ടാഷ് തുടങ്ങിയ സ്ഫോടക വസ്തുക്കൾ ചെറിയ ബാച്ചുകളായി ഇവർ കൊണ്ടുവന്നു. കടയുടമകൾ ഇത്തരം പർച്ചേസിനെ ചോദ്യം ചെയ്തപ്പോൾ തങ്ങളുടെ മെഡിക്കൽ ID കാട്ടുകയായിരുന്നു ഇവർ. യൂണിവേഴ്സിറ്റി ആവശ്യങ്ങൾക്കാണ് ഈ വസ്തുക്കൾ വാങ്ങുന്നത് എന്ന് കടയുടമയെ ധരിപ്പിച്ചു. ഇപ്പോൾ കസ്റ്റഡിയിലുള്ള വളക്കട ഉടമ നൽകുന്ന മൊഴി ഇത്തരത്തിൽ. ഡൽഹി ചെങ്കോട്ട സ്ഫോടനം വലിയൊരു പദ്ധതിയുടെ തുടക്കമായിരുന്നുവെന്നാണ് ഇപ്പോൾ ഉന്നത ഇന്റലിജൻസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ജെയ്ഷയുടെ നിർദ്ദേശങ്ങൾ വ്യക്തം. ഇത്തവണ ലക്ഷ്യം സർക്കാർ കെട്ടിടങ്ങളോ മറ്റ് ചിഹ്നങ്ങളോ അല്ല, മറിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക കേന്ദ്രങ്ങൾ. എന്നാൽ ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുടെ വേഗത്തിലുള്ള നടപടികൾ ഈ പദ്ധതി പൊളിച്ചെറിഞ്ഞു. ഇന്ത്യയുടെ സാമ്പത്തിക സാമൂഹിക അടിത്തറയെ ഇളക്കാൻ ശക്തമായ അതിമാരകമായ ആക്രമണങ്ങൾക്കാണ് ഈ ഭീകര സംഘം പദ്ധതിയിട്ടത്. വലിയൊരു ദുരന്തത്തിന്റെ തൊട്ടരികിൽ നിന്നാണ് ഇപ്പോൾ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ നമ്മുടെ രാജ്യത്തെ രക്ഷിച്ചതെന്ന് വ്യക്തം. ഡോക്ടർ മുസമ്മിൽ ഉൾപ്പെടെ ഇതുവരെ അറസ്റ്റിലായ ഡോക്ടർമാരുടെ മൊബൈൽ ഫോണുകളുടെ കോൾ ഡീറ്റെയിൽ റെക്കോർഡുകൾ വലിയൊരു ശൃംഖല വെളിപ്പെടുത്തിയിരിക്കുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ. ഇനിയും ഈ ഭീകര ശൃംഖലയിലേക്ക് ആകർഷിക്കാനുള്ള പ്രൊഫഷണലുകളുടെ ഒരു നീണ്ട ലിസ്റ്റ് ഇവർ തയ്യാറാക്കിയിരുന്നു. ഡോക്ടർമാരുടെ ഒരു നീണ്ട പട്ടിക ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് കിട്ടി. ഇവരിൽ ഭൂരിഭാഗവും അൽഫലാഖ് സർവകലാശാലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർ. വിദ്യാർത്ഥികളോ പ്രൊഫഷണലുകളോ ആണ് ഇവർ ലക്ഷ്യമിട്ട ഈ ഭീകര ശൃംഖലയിലെ കണ്ണികൾ. ഇപ്പോൾ അൽഫലാഖ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർമാരുടെ പല ഫോണുകളും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. കൂടാതെ പല വ്യക്തികളെയും കാണാനില്ല. അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ വ്യാപക തിരച്ചിലിൽ. ജെയ്ഷെ ബന്ധം സംശയിക്കുന്ന 1 ഡസനിലേറെ ഡോക്ടർമാരെ ഇപ്പോൾ കർശന നിരീക്ഷണത്തിലാക്കിയിരിക്കുന്നു NIA. ഇത്തരം ഭീകര മോഡ്യൂളുകൾ ഒരു വ്യക്തിയിൽ മാത്രം അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് സ്ഥാപനങ്ങളിലും വിവിധ സംസ്ഥാനങ്ങളിലുമൊക്കെ വ്യാപിച്ചു കിടക്കുന്നുവെന്ന് NIA തിരിച്ചറിയുന്നു. ഡൽഹിയിലുണ്ടായ കാർ സ്ഫോടനത്തിൽ ഇപ്പോഴിതാ കൂടുതൽ ഡോക്ടർമാർ സംശയത്തിന്റെ നിഴലിൽ. ഭീകരവാദം ആരോപിച്ച് 2023 നവംബറിൽ ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ശ്രീനഗറിലെ SHMS ആശുപത്രിയിൽ നിന്ന് പുറത്താക്കിയ ഡോക്ടർ നിസാർ ഉൾ ഹസനും നിരീക്ഷണത്തിലാണ്. ചെങ്കോട്ട സ്ഫോടനത്തിൽ മറ്റൊരു ഡോക്ടർ NIAയുടെ പിടിയിൽ. റയീസ് അഹമ്മദ് എന്ന സർജനാണ് ഇപ്പോൾ NIA കസ്റ്റഡിയിലുള്ളത്. പത്താൻകോട്ടിൽ നിന്നാണ് സർജനെ പിടികൂടിയത്. ഇയാൾ പലതവണ അൽഫലാഖ് യൂണിവേഴ്സിറ്റിയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. പിരിച്ചുവിട്ടതിന് തൊട്ടുപിന്നാലെ ഹസനെ ഫരീദാബാദിലെ അൽഫലാഖ് സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്ററിൽ ജോലിക്കെടുത്തിരുന്നു. ഭീകരബന്ധം ആരോപിച്ച് ജമ്മു കാശ്മീരിൽ നിന്ന് പിരിച്ചുവിട്ട ഡോക്ടറായിരുന്നു എന്നറിയാമായിരുന്നിട്ടും അൽഫലാഖ് യൂണിവേഴ്സിറ്റി അയാൾ ജോലിക്കെടുത്തു. അവിടെ വെച്ച് ഇയാളുടെ കീഴിൽ ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്നയാളാണ് ഡോക്ടർ ഉമർ. ഡോക്ടർ ഉമർ നബി ഉൾപ്പെടെയുള്ള മെഡിക്കൽ പ്രൊഫഷണലുകളെ ഹസൻ തീവ്രവാദത്തിലേക്ക് ആകർഷിച്ചു എന്നാണ് NIAയുടെ കണക്കുകൂട്ടൽ. ഇന്ത്യയുടെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണി ഉയർത്താനും പാകിസ്ഥാനും അതിന്റെ ഭീകര വിഘടനവാദി ശൃംഖലയ്ക്കും എപ്പോൾ വേണമെങ്കിലും വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ടൈം ബോംബാണ് ഹസൻ എന്നായിരുന്നു ജമ്മു കാശ്മീർ CID അയാളെ വിശേഷിപ്പിച്ചത്. കാശ്മീരിലെ വിഘടനവാദികൾക്കും ഭീകരർക്കും പിന്തുണ നൽകുകയും മെഡിക്കൽ പ്രൊഫഷണലുകൾക്കിടയിൽ വിഘടനവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്ത ഹസന്റെ മുൻകാല ചരിത്രമാണ് സംശയങ്ങൾക്കിട നൽകുന്നത്. എന്നിട്ടും അൽഫലാഖ് യൂണിവേഴ്സിറ്റി എന്തിനിയാളെ ജോലിക്കെടുത്തു? ഇവിടെയാണ് യൂണിവേഴ്സിറ്റിയുടെ ഇടപെടലുകൾ കൂടുതൽ ദുരൂഹമാകുന്നതും. നൌഗാം പോലീസ് സ്റ്റേഷന് മുന്നിൽ ജെയ്ഷെ മുഹമ്മദിനെ അനുകൂലിക്കുന്ന പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതിന് തൊട്ടുപിന്നാലെയാണ് ജമ്മു കാശ്മീർ പോലീസ് ചില അന്വേഷണങ്ങൾക്ക് തുടക്കമിട്ടത്.
അതാവട്ടെ രാജ്യം നടുങ്ങുന്ന വലിയ കണ്ടെത്തലുകളിൽ എത്തി നിൽക്കുന്നു. ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ 4 ഡോക്ടർമാരുടെ രജിസ്ട്രേഷൻ ദേശീയ മെഡിക്കൽ കമ്മീഷൻ റദ്ദാക്കി. ഡോക്ടർമാരായ മുസാഫർ അഹമ്മദ്, അദീൽ അഹമ്മദ് റാത്തൽ, മുസാമിൽ ഷക്കീൽ, ഷഹീൻ സയ്യിദ് എന്നിവരുടെ ഇന്ത്യൻ മെഡിക്കൽ രജിസ്റ്റർ, നാഷണൽ മെഡിക്കൽ രജിസ്റ്റർ എന്നിവയാണ് റദ്ദാക്കപ്പെട്ടത്. ഇവർക്ക് ഇന്ത്യയിൽ ഇനി ഒരിടത്തും ചികിത്സ നടത്താനോ ഏതെങ്കിലും മെഡിക്കൽ പദവി വഹിക്കാനോ കഴിയില്ല. ഇവർക്ക് ഭീകര സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന് MNCയുടെ ഉത്തരവിൽ പറയുന്നു. ഇന്ത്യ നടക്കുന്ന പുതിയ പുതിയ കണ്ടെത്തലുകളും വെളിപ്പെടുത്തലുകളുമാണ് ഓരോ മണിക്കൂറിലും നമുക്ക് മുന്നിലെത്തുന്നത്. വലിയൊരു ഭീകര ശൃംഖലയെ തകർത്ത ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾക്ക് അഭിനന്ദനം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.